ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിക്കായൽ ഫ്രീ ടോക്സ്. അപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഇന്ന് ഞങ്ങൾ വിചാരിച്ചു കുറച്ച് ബിരിയാണി അരി ഇരിപ്പുണ്ട്. അപ്പം നമുക്കെന്ന് വിചാരിച്ചു ബിരിയാണിയും വെക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കൻ വാങ്ങി, ചിക്കൻ കറിയായിട്ടും റൈസ് അല്ലാണ്ടും ആയിട്ടാണ് നമ്മൾ വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം പാത്രം എടുത്തു, അതിൽ നെയ്യ് ഒഴിച്ചു, പിന്നെ നമ്മൾ മസാലക്കൂട്ടിട്ടു, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ കുതിർത്ത് വെച്ച അരി ഉണ്ടല്ലോ, അരി എടുത്തിട്ട് നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇട്ടു. അതിനുശേഷം അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയിരുന്നു. അങ്ങനെ തിളച്ചു, നമ്മുടെ റൈസ് റെഡിയായി. നമ്മൾ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു, കാരണം റൈസ് എങ്ങാനും വെന്തെങ്ങാനും പോയാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതിനുശേഷം നമ്മൾ അതിലായിട്ട് ഉള്ളി വാട്ടിയത് അതും എടുത്തിട്ട്, പിന്നെ പുതിനയില അതെല്ലാം ഒന്നിട്ടു. നമ്മൾ ഈ വട്ടം അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്നുണ്ടാക്കുന്ന ഒരു ബിരിയാണി ആകുമ്പം അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊന്നും കാണില്ലല്ലോ. അങ്ങനൊരു പെട്ടെന്നുണ്ടാക്കിയ ബിരിയാണിയാണ് കേട്ടത്. അങ്ങനെ നമ്മൾ ചോറ് റെഡിയായി. അപ്പം നമുക്കിനി എന്ത് ചെയ്യാം, ചിക്കൻ കറി ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചു. അത് എല്ലായിടത്തും പറ്റി പിടിക്കുന്ന രീതിയിലായിരിക്കണം കേട്ടോ ഇളക്കി വെക്കാൻ. അതിനുശേഷം നമ്മുടെ കുക്കറിലാണ് വെക്കുന്നത്. അതിനായിട്ട് സവാള, ചുമന്നുള്ളി, എണ്ണ കുറച്ചൊഴിച്ചിട്ട് അതിലായിട്ട് ഇടുക. എന്നിട്ട് വെളുത്തുള്ളി, ഇഞ്ചി ഇതുകൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് ചെറുതായിട്ട് വാടുമ്പോഴത്തേക്ക് നമ്മൾ മുളകും പിന്നെ തക്കാളിയും, ആവശ്യത്തിന് തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഇളക്കുക. നല്ല രീതിക്ക് വാടുമല്ലോ. വാടുന്ന ടൈമിൽ മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെരുംജീരകം കൂടെ പൊടിച്ചതാണ് കേട്ടോ. അതുകൂടി ഇട്ടാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകും. അപ്പം അതിനുശേഷം മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, ഉപ്പ്, ഇത് ഇത്ര ഇട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് പുരട്ടിയ ചിക്കൻ അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് മിക്സാക്കി ആ അരപ്പൊക്കെ ഒന്ന് ആ ചിക്കനിലോട്ടും കൂടി ആക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ചല്ല, നമുക്ക് വേണ്ട ആ അളവിനുള്ള വെള്ളം കൂടി ഒന്ന് വേവാൻ വേണ്ടിയിട്ട്, നമുക്ക് ഒന്നുകൂടി നല്ല രീതിക്ക് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത്ര നല്ലതാണ്. അപ്പോൾ അത്രയും വെള്ളം ഒന്നും എടുത്ത് യോജിപ്പിച്ചിട്ട് നമ്മൾ കുക്കറങ്ങ് അടയ്ക്കാം. ഒരു വീസിലൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ടെങ്കിലും കഷ്ണം കുറച്ചുകൂടി ഒന്ന് വേവാൻ ഉണ്ടെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി ഒന്ന് തിളക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ചുകൂടി ഒന്ന് തിളച്ച് അങ്ങനെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസും റെഡിയായി, ചിക്കൻ കറിയും റെഡിയായി. ഇനി നമുക്കെന്താ കഴിക്കാം. അപ്പം നല്ല അടിപൊളി ചോറും ചിക്കൻ കറിയും സാലഡും കൂട്ടിയിട്ട് ഞങ്ങൾ ചോറ് കഴിച്ചിട്ട് വരാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.